हरे कृष्णा। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जनरंजन। यशोदानंदन व्रज जनरंजन। यमुना तीरावन तारे। यमुना तीरावन तारे। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। जय गोपीजन वल्लभा गिरिवरधारी। जय गोपीजन वल्लभा गिरिवरधारी। यशोदानंदन भज जनरंजन। यशोदानंदन भज जनरंजन। यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन भज जनरंजन। यमुना तीरावनचारी। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। हरे कृष्णा हरे कृष्णा कृष्णा हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। जय प्रभुपादा जय प्रभुपादा प्रभुपादा श्रील प्रभुपादा। जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरु। हरि बोल हरि बोल हरि बोल। हरि गौरा हरि बोल हरि बोल हरि बोल हरि गौरा हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सकलरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजन सहितं कृष्ण चैतन्य देवं श्री राधा कृष्ण पादान सकल ललिता श्री विशाखान्वितांश्च। हे कृष्ण करुणा सिंधो दीनबंधो जगत्पते वेश गोपिका कांत राधा कांत नमोस्तुते। तप्तकांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च
പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനകാരണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം ഹരിയോം തസ്സത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. ഭക്തിയോഗം എന്ന 12ാം അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനത്തിൽ പറഞ്ഞിരുന്നു, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഭഗവാൻ ഈ അവസാനത്തെ 8 ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത്. നമുക്കത് എന്താണെന്ന് വായിച്ചു തുടങ്ങാം. ശ്ലോകം 13. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖ സുഖക്ഷമീ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമസുഖ ദുഃഖ കഷിമി. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്ര കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രാ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖാശമീ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രേ കരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 14. സന്തുഷ്ട സതതം യോഗേ യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോ ബുദ്ധിർ യോ മേ മദ്ഭക്തഃ സമേ പ്രിയഃ. സന്തുഷ്ട സതതം യോഗേ യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോ ബുദ്ധിർ യോ മദ്ഭക്തഃ സമേ പ്രിയഃ. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോ ബുദ്ധിർ യോ മദ്ഭക്തഃ സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സന്തുഷ്ടാ സതതം യോഗി യഥാത്മനാ ദൃഢനിശ്ചയഃ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീലാ പ്രഭുവാരുടെ വിവർത്തനവും ഭാവാർത്ഥവും. സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങളോടും അദ്വേഷ്ട മാത്സര്യം കൂടാതെയും മൈത്ര സുഹൃത്തായും കരുണയുള്ളവനായും
നിർമ്മമഹ ഒന്നിലും അവകാശബോധമില്ലാതെയും, നിരഹങ്കാരഹ മിഥ്യാഹങ്കാരം ഇല്ലാത്തവനായും, സമദുഃഖ സുഖ സുഖത്തിലും ദുഃഖത്തിലും സമചിത്തനായും, ക്ഷമി ക്ഷമാശാലിയായും, സതതം സന്തുഷ്ട എല്ലായ്പ്പോഴും സന്തുഷ്ടനായും, യഥാത്മാ നിയന്ത്രിതാത്മാവായും, ദൃഢനിശ്ചയ നിശ്ചയദാർഢ്യത്തോടെ, മയ്യർപ്പിത മനോബുദ്ധി മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിച്ച്, യോഗി ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്ന, മദ്ഭക്ത എന്റെ ഭക്തൻ, മേ പ്രിയ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. എല്ലാ ജീവജാലങ്ങളും മത്സര്യം കൂടാതെയും സുഹൃത്തായും കരുണയുള്ളവനായും, ഒന്നിലും അവകാശബോധമില്ലാതെയും മിഥ്യാഹങ്കാരം ഇല്ലാത്തവനായും, സുഖത്തിലും ദുഃഖത്തിലും സമചിത്തനായും, ക്ഷമാശാലിയായും, എല്ലായ്പ്പോഴും സന്തുഷ്ടനായും, നിയന്ത്രിതാത്മാവായും, നിശ്ചയദാർഢ്യത്തോടെ മനസ്സും ബുദ്ധിയും എന്നിൽ ഉറപ്പിച്ച് ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്ന എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ മക്കൾക്ക് എല്ലാവർക്കും മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടാകും. തിരിച്ചും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കളോടും സ്നേഹം ഉണ്ടാകും. മക്കളെ ആരും തന്നെ ശത്രുക്കളായിട്ട് അങ്ങനെ പൊതുവെ കാണാറില്ല. പക്ഷെ ചില മക്കളോട് മാതാപിതാക്കൾക്ക് അതീവമായിട്ടുള്ള സ്നേഹം ഉണ്ടാകും. കാരണം അവര് ഈ മാതാപിതാക്കളെ സംപ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അധികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യും. മറ്റുള്ളവരുടെ ദേഷ്യമുണ്ട് എന്നുള്ള അതിനർത്ഥം അതല്ല. പക്ഷേ ഈ ചിലവര് ഈ മാതാപിതാക്കളുടെ ശ്രദ്ധ അല്ലെങ്കിൽ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് പൊതുവെ മാതാപിതാക്കൾക്ക് അവരോട് കൂടുതലായിട്ടുള്ള സ്നേഹം ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ ഓഫീസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റാഫും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലവര് കുറച്ചുകൂടെ ആത്മാർത്ഥയോട് കൂടിയിട്ട് ജോലികളൊക്കെ ചെയ്യുക, കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പറയുമല്ലോ. അപ്പൊ അതുപോലെയൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ബോസിന് അവരോട് കുറച്ചധികമായിട്ടുള്ള സ്നേഹം ഉണ്ടാകും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? മദ്ഭക്ത എന്റെ ഭക്തൻ. അപ്പൊ ഇവിടെ ഭക്തരെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോ വേറെ ആരെയും ഈ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. എന്റെ ഭക്തരില് ചിലർ എനിക്ക് അതീവമായിട്ടുള്ള പ്രിയമുള്ളവരാണ്. അപ്പൊ അവർക്കുണ്ടാകേണ്ട ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ ഈ ശ്ലോകങ്ങളിൽ, ഈ അവസാനത്തെ 8 ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഈ 2 ശ്ലോകങ്ങളിൽ പറയുന്നത്? ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും അസ്വസ്ഥരാകാതിരിക്കുക, പിന്നെ ആരിലും ഈർഷ്യാലുവാകാതിരിക്കുക, പിന്നെ തൻ്റെ ശത്രുവിനോട് പോലും വിരോധമില്ലാതിരിക്കുക. ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു തെറ്റുകൊണ്ടായിരിക്കണം അയാൾക്ക് എന്നോട് ഈ ദേഷ്യം തോന്നുന്നത്, അല്ലാതെ അയാൾക്ക് മനഃപൂർവ്വം എന്നോട് തോന്നുന്നതല്ല ആ വിരോധം എന്നുള്ളത് നമ്മൾ ആ രീതിയിൽ ചിന്തിക്കണം. പിന്നെ എല്ലാവരുമായിട്ടും സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുക. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളോടും, ഇവിടെ ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട്, സർവഭൂതാന എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുക. അല്ലാതെ മനുഷ്യരോട് എന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സർവഭൂതാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒന്നിലും ഒരു അവകാശബോധം ഇല്ലാതിരിക്കുക, പിന്നെ മിഥ്യാഹങ്കാരം ഇല്ലാതിരിക്കുക, പിന്നെ എല്ലായ്പ്പോഴും സന്തുഷ്ടനായിട്ടിരിക്കുക, പിന്നെ തനിക്ക് ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം, അതിനു വേണ്ടിയിട്ട് മനസ്സും ബുദ്ധിയും ഭഗവാന് സമർപ്പിച്ചിട്ട് അങ്ങനെ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുക. അപ്പോ ഇതൊക്കെയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്ന അതീവമായിട്ടുള്ള ഗുണങ്ങള്. നമുക്കത് വിശദമായിട്ട് നോക്കാം. ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തിന്റെ 10ാം സ്കന്ധത്തിലെ ബ്രഹ്മദേവൻ ഭഗവാനോട് പറയുന്ന ഒരു സ്തുതിയുണ്ട്. തത്തേനുകമ്പാം സുസ്മീക്ഷമാണോ ഗുഞ്ചാന ഏവാത്മകൃതം വിഭാഗം വിദതൻ നമസ്തേ ജീവതയോ മുക്തിപദേ സദായ വാക് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ഭക്തന് ഏതെങ്കിലും തരത്തിലുള്ള വിഷമ പരിതസ്ഥിതികൾ നേരിടേണ്ടി വരുമ്പോൾ ഭഗവാൻ എന്താണ് വിചാരിക്കുന്നത്? ഭക്തൻ എന്താണ് വിചാരിക്കുന്നത്? ഭഗവാൻ നമ്മളോട് കരുണ കാണിച്ചു എന്നാണ് വിചാരിക്കുന്നത്. നമുക്കറിയാം, ഈ കുന്തി സ്തുതി 1ാം സ്കന്ധത്തില്, ശ്രീമദ് ഭാഗവതത്തിന്റെ 1ാം സ്കന്ധത്തില് 9ാം അധ്യായത്തിൽ 8ാം അധ്യായത്തില് കുന്തി സ്തുതിയുണ്ട്. അപ്പോ
കുന്തിദേവി എന്താണ് ഭഗവാനോട് പറയുന്നത്? വിപദ സന്തുദാശാസോ തത്ര ജഗദ്ഗുരു. എനിക്ക് ഇനിയും വിഷമങ്ങൾ തരൂ എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അങ്ങനെയുള്ള വിഷമങ്ങൾ വരുമ്പോ ഞങ്ങൾക്ക് എപ്പോഴും അങ്ങയെ സ്മരിക്കാനായിട്ട് സാധിക്കും, അങ്ങ് ഞങ്ങളുടെ സഹായത്തിനെത്തും. അതേസമയം നമ്മളെപ്പോഴും സന്തോഷത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിലോ പലപ്പോഴും നമ്മൾ ഭഗവാനെ ഓർത്തു എന്ന് വരില്ല. നമ്മളുടെയൊക്കെ തന്നെ അവസ്ഥ അത് തന്നെയാണ്. ഇപ്പോ നമ്മൾ ഭഗവാന് പൂജ ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഇവിടെ പലരും നരസിംഹസ്വാമിക്ക് പൂജ ചെയ്യണം എന്നും പറഞ്ഞിട്ട് നമുക്കിവിടെ വിളിച്ചു പറയാറുണ്ട്. അവരാരും തന്നെ, ഞാൻ വളരെ സന്തോഷത്തിലിരിക്കുകയാണ്, നരസിംഹസ്വാമിക്ക് ഒരു പൂജ ചെയ്തു എന്നല്ല പറയാം. അവർക്ക് എന്തെങ്കിലും വിഷമമായിട്ടുള്ള പരിസ്ഥിതികള് നേരിടേണ്ടി വരുമ്പോഴാണ് അവർ ഭഗവാനെ ഓർക്കുന്നത്. പക്ഷെ ഭഗവാൻ എന്താ പറയുന്നത്? എപ്പോഴും നിങ്ങൾ എന്നെ ഓർക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അത് തെറ്റൊന്നുമില്ല. നമ്മൾ വിഷമ പരിസ്ഥിതികൾ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ ആരെയാ ഓർക്കേണ്ടത്? നമ്മൾ ഭഗവാനെ തന്നെയാണ് ഓർക്കേണ്ടത്. അതിൽ യാതൊരു തെറ്റുമില്ല. അല്ലാത്ത സമയത്തും നമ്മൾ ഭഗവാനെ ഓർക്കണം. അപ്പോ ഭക്തർക്ക് എന്തെങ്കിലും രീതിയിലുള്ള വിഷമ പരിസ്ഥിതികൾ നേരിടേണ്ടി വരുമ്പോൾ അവരെന്താണ് വിചാരിക്കുന്നത്? ഇത് ഭഗവാൻ നമ്മളോട് കാണിച്ച കരുണയാണ്. ഏത് രീതിയിലുള്ള കരുണ? ഭഗവാനെ ഓർക്കാനായിട്ട് ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളോട് കാണിച്ച കരുണയാണ്. വാസ്തവത്തിൽ നമ്മൾ ഇതിൽ കൂടുതൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് കിട്ടിയ ആ ശിക്ഷ എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അതുകൊണ്ട് ഞാൻ ഹൃദ് വാഗ് വപുർ, നമ്മുടെ മനസ്സാ വാച കർമ്മണ ഭഗവാന് വിനീതമായിട്ടുള്ള പ്രണാമങ്ങൾ അർപ്പിക്കണം എന്നാണ് ബ്രഹ്മദേവൻ ഭഗവാനോട് പറയുന്നത്. അപ്പൊ ഈ ഒരു ചിന്താഗതി കാരണം എത്ര കടുത്ത ക്ലേശങ്ങള് നേരിടുമ്പോഴും ഭക്തൻ ശാന്തനും അതുപോലെ തന്നെ സ്വസ്ഥനുമായിട്ട് ഇരിക്കും. അപ്പൊ അതാണ് ഈ ശ്രീമദ് ഭാഗവതത്തിന്റെ 10-ാം സ്കന്ധത്തിലെ ശ്ലോകത്തിലെ ബ്രഹ്മദേവൻ ഭഗവാനോട് പറയുന്നത്. അപ്പോ ഈ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിച്ചിട്ട് എപ്രകാരം കൃഷ്ണ പ്രിയപ്പെട്ടവനാകാം എന്നാണ് ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം അല്ലെങ്കിൽ ശ്രീധര പ്രഭുപാദര് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മള് 9-ാം അധ്യായത്തില് ഭഗവാൻ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലെ? സമൂഹം സർവഭൂതേഷു നമ്മെ ദേഷ്യോ അസ്തിന പ്രിയ എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് എല്ലാവരോടും, സർവഭൂതേഷു എല്ലാ ജീവജാലങ്ങളോടും നമ്മെ ദേഷ്യോ അസ്തിന പ്രിയ, എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യവും പ്രത്യേകിച്ച് അവരുടെ പ്രിയവും ഇല്ല എന്ന് പറഞ്ഞിരുന്നു ഭഗവാൻ. പക്ഷേ ഭജന്തി തുമാം ഭക്ത്യാ മയി തേഷു ചാപ്യഹം, പക്ഷെ ആരാണോ എന്നെ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും ഭജിക്കുന്നത് അവര് എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് തന്നെ ഉണ്ടാകും എന്ന് ഭഗവാൻ പറഞ്ഞിരുന്നു. ഇതിനെ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ പക്ഷപാതം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോ ഒരു പിതാവിനോട് അനുസരണയുള്ള മക്കള് ഉണ്ടെങ്കിൽ അവര് അധികമായിട്ടുള്ള സേവനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പിതാവിനെ എപ്പോഴും സന്തുഷ്ടിപ്പെടുത്താനായിട്ട് ശ്രമിക്കും. പിതാവ് അതിൽ സന്തുഷ്ടനാകുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പൊ ദൈവത്തിന്റെ സ്ഥിതി. വിശകലനാത്മകമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ അംശം ആയതുകൊണ്ട് നമ്മളുടെ കടമ എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന, നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ അംശങ്ങളാണ്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളെല്ലാം തന്നെ ഭഗവാനുള്ള ഗുണങ്ങളാണ്. ഭഗവാൻ അധികമായിട്ടൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം, ഇനി പറയാൻ പോകുന്ന ഗുണങ്ങളും അതെല്ലാം തന്നെ ഭഗവാനുള്ള ഗുണങ്ങളാണ്. അപ്പൊ ഈ ഗുണങ്ങളില് ഒരു ചെറിയ അംശം, കാരണം എന്താണ്, നമ്മളെല്ലാം ഭഗവാന്റെ അംശമാണ്. അപ്പൊ ഈ ഗുണങ്ങളുടെ ഒരു ചെറിയ അംശം നമ്മളിൽ ഉണ്ട്, പക്ഷെ അത് ഉറങ്ങിക്കിടക്കുകയാണ്. നമ്മൾ അതിനെ ഉണർത്തിയെടുക്കണം. ഭഗവാൻ വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ബീജം മാം സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട ആദിമ ബീജം നൽകിയിരിക്കുന്ന ഞാനാണ്. അഹം ബീജ പ്രദാപിത, എല്ലാ ജീവജാലങ്ങൾക്കും ബീജം നൽകുന്ന ഞാൻ. പല ശ്ലോകങ്ങളിലും ഭഗവാൻ പറയുന്നുണ്ട് ഞാനാണ് നിങ്ങളുടെ എല്ലാം ആദിമ പിതാവ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാനെ നമ്മൾ ഏത് സമയത്തും നമ്മൾ പ്രണാമങ്ങൾ അർപ്പിക്കണം. അതുപോലെ തന്നെ സേവനം അനുഷ്ഠിക്കണം. ഈ ഭൗതിക ലോകത്തിൽ നമുക്ക്
എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ നമുക്ക് ഭഗവാൻ നടത്തി തരുന്നുണ്ട്. നമ്മൾ അതിനു വേണ്ടി പ്രത്യേകിച്ചിട്ട് പ്രയത്നിക്കുന്നൊന്നുമില്ല വാസ്തവത്തില്. കാരണം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് തന്നെ ആ ഭഗവാന്റെ സൃഷ്ടിയാണ്. ഇവിടെയുള്ള മനുഷ്യർ മാത്രമല്ല, സസ്യങ്ങള്, കൃമികീടങ്ങള്, മറ്റുള്ള ജലജീവികള്, അങ്ങനെ എല്ലാവർക്കും വേണ്ട ആ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ തന്നെ ഭഗവാൻ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. മറിച്ച് നമ്മൾ ഭക്തിയുത സേവനം എന്ന് പറയുന്നത് അഹൈതുകിയ പ്രതീകത, പ്രത്യേകിച്ച് നമ്മൾ തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ നമ്മൾ സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പോ ഭഗവാനുടെ ഈ ശ്ലോകത്തിൽ പറയുന്ന പ്രത്യേക ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിർമ്മമഹ, അതായത് പൊതുവെ എല്ലാവരും തന്നെ ഈ ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചുള്ള ചിന്താഗതിക്കാരാണ്. ഞാൻ, എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാര്. അർജുനനും തുടക്കത്തിൽ അത് തന്നെയാണ് ചിന്തിച്ചിരുന്നത്. ഈ മുമ്പിൽ നിൽക്കുന്നവർ എല്ലാവരും തന്നെ എൻ്റെ ബന്ധുക്കളാണ്, അവർക്ക് ഞാൻ എങ്ങനെ വധിക്കും? എൻ്റെ ഗുരുക്കന്മാരാണ്, അവരെ ഞാൻ എങ്ങനെ വധിക്കും? എൻ്റെ സുഹൃത്തുക്കളാണ്, അവരെ ഞാൻ എങ്ങനെ വധിക്കും? ഇതായിരുന്നു അർജുനൻ പറഞ്ഞത്. നശ്രയോ അനുപശ്യാമി, എനിക്ക് അതിൽ യാതൊരു ഹത്വാ സ്വജനമാഹവേ, അവരൊക്കെ വധിച്ചിട്ട് എനിക്ക് യാതൊരു ശ്രേയസ്സും കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്. അപ്പോ അതെന്തുകൊണ്ടാണ്? ആ ശാരീരികമായിട്ടുള്ള ആ ബന്ധം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഞാൻ എൻ്റേത് എന്നുള്ള ആ ചിന്താഗതികൾ നമുക്ക് വരുന്നത്. ഭഗവാൻ ഈ 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയാഹ എന്ന് പറയുന്നുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ട ബീജം പ്രദാനം ചെയ്തിരിക്കുന്നത് ഞാനാണ്. ഇപ്പൊ സസ്യരൂപത്തില് പിന്നെ ജലജീവികള്, മറ്റുള്ള കൃമികീടങ്ങള്, എല്ലാവർക്കും നാനാ രൂപത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മം എടുക്കാൻ അവസരം നൽകിയിരിക്കുന്നത് ഞാനാണ്. അവരുടെ ബീജപ്രദാവായിട്ടുള്ള പിതാവും ഞാൻ തന്നെയാണ് എന്നുള്ളതാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും ആദ്യമനായിട്ടുള്ള പിതാവ് ഒരാളായിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ഒരു ജീവജാലങ്ങളോടും നമുക്ക് അങ്ങനെ ഒരു ദ്വേഷം തോന്നാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അദ്വേഷ്ട സർവഭൂതാന എന്ന് പറയുന്നുണ്ട്. അപ്പോ ഞാൻ എന്നുള്ള ആ ചിന്തയിൽ നമ്മൾ പുറത്തു കടക്കണം. ഇത് എല്ലാവർക്കും, ഈ ഭൗതികലോകം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി നമുക്കുണ്ടാകണം. അപ്പോ ഇന്നത്തെ കാലത്ത് യുദ്ധങ്ങളൊക്കെ നടക്കുന്നതിന് രാജ്യത്തിന്റെ പേരില് ഒക്കെയാണ്. എൻ്റെ രാജ്യം, അല്ലെങ്കിൽ എൻ്റെ സ്ഥലം, ഞാൻ ജനിച്ച സ്ഥലം. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മള് പുറത്ത് കിടക്കണം. ഇപ്പോ ശ്രീല പ്രഭുവാര് വൃന്ദാവനത്തില് ആദ്യമായിട്ട് കൃഷ്ണബലരാം ക്ഷേത്രം പണിത സമയത്ത് അവിടെയുള്ള, ഇപ്പോഴും അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ്, അംഗ്രേജി മന്ദിർ എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷുകാര് പണിത ക്ഷേത്രം എന്നാണ് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ അതല്ല. ശ്രീല പ്രഭുവാതിരെ പണിത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോ അവിടെ വരുന്ന ഭക്തരിൽ കൂടുതൽ പേരും ഇന്ത്യക്കാരെ തന്നെയാണ്. ഇത് പണിതത് അംഗ്രേജികൾ അല്ലെങ്കിൽ വിദേശീയരാണ് എന്നുണ്ടെങ്കിലും അവരാരും തന്നെ പറഞ്ഞിട്ടില്ല ഇത് ഞങ്ങൾ പണിതാണ്, ഞങ്ങൾക്കുള്ളതാണെന്ന് അവരാരും തന്നെ പറഞ്ഞിട്ടില്ല. ഇത് അവര് എല്ലാവർക്കും വേണ്ടിയിട്ട് തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ്. അപ്പോ അതാണ് ആ ശ്രീല പ്രഭുവാദരുടെ ആ ദാർശനികത്വം എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ശ്രീല പ്രഭുവാദര് വിദേശികളെ ഇവിടെ കൊണ്ടുവന്നു. അതായത് ഈ മുടന്തനെ കുരുടൻ ചുമക്കുന്നത് പോലെ. ഇപ്പൊ കുരുടന് കണ്ണ് കാണാൻ പറ്റില്ല, അപ്പൊ അത് കാരണം വഴി അറിയില്ല. അതേസമയം മുടന്തന് നടക്കാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു? കുരുടൻ മുടന്തനെ ചുമലിലെടുത്തു. അപ്പൊ മുടന്തൻ വഴി പറഞ്ഞു കൊടുക്കും, കുരുടൻ അതനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പൊ അതുപോലെയാണ് ശ്രീല പ്രഭുവാര് ചെയ്തത്. കാരണം ഇന്ത്യയിൽ ആ സമയത്ത് അത്ര ധനം ഉണ്ടായിരുന്നില്ല. പക്ഷെ വിദേശികളുടെ അടുത്ത് ധനമുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അത് എങ്ങനെയാണ് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ശ്രീല പ്രഭുവാര് രണ്ടും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അവരെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അതാണ് ചെയ്തത്. അപ്പൊ അതാണ് ശ്രീല പ്രഭുവാരുടെ ദാർശനികത്വം. അപ്പോ അങ്ങനെ നമ്മൾ ഒരിക്കലും ഈ
എൻ്റെ ഞാൻ എന്നുള്ള ആ രീതിയിൽ തരം തിരിക്കാൻ പാടില്ല. എല്ലാവരും തന്നെ ദൈവത്തിന്റെ മക്കളാണ്. പിന്നെ മൈത്രഹ, ഒരു ഭക്തൻ എല്ലാവരുടെയും സുഹൃത്താണ്. ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. സുഹൃതം സർവഭൂതാനാം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാത്വാ ശാന്തി മൃത്യതി, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും കൈവരിക്കാനായിട്ട് സാധിക്കും. നമ്മൾ 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ആ മൈത്രി ബന്ധം നമ്മൾ സ്ഥാപിക്കണം എല്ലാ ജീവജാലങ്ങളുമായിട്ട്. പിന്നെ കരുണ, എല്ലാവരുടെയും നമ്മൾ കരുണയുള്ളവരായിരിക്കണം. ഒരു ഭക്തൻ എല്ലാവരുടെയും കരുണയുള്ളവനാണ്. കൃഷ്ണാബോധം ഇന്ത്യയിൽ മാത്രം പ്രചരിപ്പിക്കാൻ ആയിട്ടല്ല ഭക്തി സിദ്ധാന്ത മഹാരാജാവ് ശ്രീല പ്രഭുപാദരോട് പറഞ്ഞത്. നീ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പ്രചരിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ബ്രാഹ്മണരുടെ ഇടയിൽ മാത്രമേ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ, ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമേ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഈ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തില് കൃഷ്ണാവബോധമുള്ള ഒരാള് ഈ ലോകം മുഴുവൻ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്ര ശ്രമിക്കും. അതാണ് ശ്രീല പ്രഭുപാദരുടെ ശിഷ്യന്മാരും ചെയ്തത്. എന്തെല്ലാം തരത്തിലുള്ള കഷ്ടപ്പാടുകൾ അവർ തരണം ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോ നമ്മൾ ഈ കാണുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനം അവര് ലോകമെമ്പാടും പ്രചരിപ്പിച്ചത്. നമുക്ക് അത് ശ്രീല പ്രഭുപാദരുടെ ആ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ബംഗാളില് കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭാരതത്തിലെ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ ഏഷ്യയിലെ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭു എന്താണ്? പൃഥ്വിത്യാജ യഥാ നഗരാധിഗ്രാമി സർവത്ര പ്രചാർഹത്തെ നൂരാന്നാം. ഈ ഭൂമണ്ഡലത്തില് എവിടെയൊക്കെ നഗരങ്ങളും ഗ്രാമങ്ങളും ഉണ്ടോ അവിടെയെല്ലാം എന്റെ നാമം പ്രചരിക്കും എന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത്. അപ്പോ അതിനു വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു വായിച്ചാണ് ശ്രീല പ്രഭുപാദര്. സേനാപതി ഭക്തൻ എന്നാണ് ശ്രീല പ്രഭുപാദര് വിശേഷപ്പെടുത്തി പറയുന്നത്. എന്തുകൊണ്ടാണ്? മറ്റുള്ള എത്രയോ സന്യാസിമാര് ശ്രീല പ്രഭുപാദർക്ക് മുമ്പും വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവരെല്ലാം തന്നെ ശ്രമിച്ചിട്ടുണ്ട്. സ്വാമി വിവേകാനന്ദൻ, സ്വാമി ചിന്മയാനന്ദ സ്വാമി, അങ്ങനെ എത്രയോ പേര് പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും തന്നെ ഈ ലോകത്തിനെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. അപ്പോ ശ്രീല പ്രഭുപാദരെ ഈ ഭൗതിക ലോകത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നിർമ്മമഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റേതല്ല, ഒന്നും തന്നെ, എനിക്ക് ഒന്നിന്റെയും തന്നെ ഉടമസ്ഥാവകാശം ഇല്ല എന്നുള്ള ആ ചിന്ത അത് നമ്മൾ വളർത്തിയെടുക്കണം. പിന്നെ നിരഹങ്കാരഹ, അഹങ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹംഭാവം, അതായത് ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഇന്ത്യക്കാരനാണ്, അങ്ങനെയുള്ള ചിന്ത അതിൽ നിന്ന് പുറത്തു കിടക്കണം. നിരഹങ്കാരഹ എന്ന് അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ നമുക്ക് ഉണ്ടാവേണ്ട അഹങ്കാരം എന്താണ്? ദാസോസ്മി, ഞാൻ കൃഷ്ണന്റെ ദാസനാണ് എന്നുള്ള ആ ഒരു അഹങ്കാരമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ ഒരു ചിന്താഗതിയോട്ട് വേണം നമ്മൾ കൃഷ്ണാവബോധം പരിശീലിക്കാനും പ്രചരിപ്പിക്കാനും. പിന്നെ പറയുന്നത് എന്താണ്? സമദുഃഖ സുഖ. സമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലെ വർത്തിക്കുക, എന്തിന്? ദുഃഖത്തിലും സുഖത്തിലും. ഭൗതികമായ സന്തോഷവും സുഖവും എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൗതികത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ആനന്ദവും അതെല്ലാം തന്നെ ഈ ഭൗതിക ശരീരം കാരണമാണ്. ഈ ഭൗതിക ശരീരം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ അധികമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്നു, ചിലപ്പോൾ അധികമായിട്ടുള്ള തണുപ്പ് അനുഭവപ്പെടുന്നു. അല്ലാതെ ആത്മാവിന് ഈ ചൂടും തണുപ്പും ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. അതെല്ലാം അനുഭവപ്പെടുന്നത് ഈ ഭൗതിക ശരീരത്തിനാണ്. അപ്പോ നമ്മള് സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ വർത്തിക്കണം എന്നാണ് പറയുന്നത്. ഇതുപോലെ മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമ അപായനോ അനിത്യ ദിശ്വസ്വ ഭാരത നമ്മൾ 2-ാം അധ്യായത്തില് പഠിച്ചിരുന്നു. അപ്പോ നമ്മുടെ ഈ ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും നമ്മള് മറികടക്കാനായിട്ട് നമ്മൾ പരിശീലിക്കണം. ഇപ്പോ ഹിമാലയത്തിൽ ഇപ്പോഴും ഉണ്ട്, ഇന്നത്തെ കാലത്തുണ്ട് യോഗികള്, അവർ വസിക്കുന്നുണ്ട് ഹിമാലയത്തില്. കൊടും തണുപ്പാണ് ഹിമാലയത്തിൽ, എല്ലാ കാലത്തും കൊടും തണുപ്പാണ്, മൈനസാണ് അവിടെ എല്ലാ സമയത്തും. പക്ഷെ അവരാരും തന്നെ ഒരു വസ്ത്രം ധരിക്കുന്നതും കാണില്ല. പലരും ഒരു വസ്ത്രം പോലും ഇല്ലാത്തവരാണ്
പലരും കൗപീനം മാത്രം ധരിച്ചിരിക്കുന്നവരാണ്. അവർക്കൊന്നും തന്നെ ഈ ചൂടും തണുപ്പും ഒന്നും ഒരു പ്രശ്നമേ അല്ല. കാരണം എന്താണ്? അവരെല്ലാം അതിനെ അതിജീവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ചൂടും തണുപ്പും ഒന്നും അനുഭവപ്പെടുന്നില്ല. അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. അവർ ഈ ഐസ് ഒഴുകി വരുന്ന ഗംഗാ നദിയിലാണ് ദിവസം 3 നേരം സ്നാനം ചെയ്യുന്നത്. അപ്പോ അതുപോലെ ആ യോഗികളെ പോലെ നമ്മുടെ സുഖങ്ങളെ ദുഃഖങ്ങളെ നമ്മൾ അതിജീവിക്കാനായിട്ട് നമ്മളെ പരിശീലിക്കണം. അപ്പോ ഇത്തരത്തിലുള്ള ഈ തപസ്യകൾ അനുഷ്ഠിക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ആധ്യാത്മിക പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഇപ്പൊ പ്രഹ്ലാദൻ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. സ്വന്തം പിതാവിന്റെ അടുത്ത് തന്നെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആധ്യാത്മികമായിട്ടുള്ള പുരോഗതി നേടാൻ വേണ്ടിയിട്ട്. ധ്രുവൻ 5 വയസ്സിൽ പോയിട്ട് നിധിവനത്തിൽ പോയിട്ട് തപസ്സനുഷ്ഠിച്ചു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലാതെ ഹിരണ്യകശിപു പോലെ രാവണനോ ചെയ്തു പോലെയുള്ള തപസ്സല്ല നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അവർ ചെയ്ത് എന്തിനാണ്? അവർ ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയാണ് അവര് തപസ്സനുഷ്ഠിച്ചത്. അപ്പോ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭക്തൻ തപസ്യകൾ അനുഷ്ഠിക്കുന്നതും അതുപോലെ തന്നെ ഈ അസുരന്മാര് തപസ് അനുഷ്ഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ സന്തുഷ്ട എന്ന് പറഞ്ഞാൽ സംതൃപ്തി. ഇപ്പോ ഒരു ഭക്തൻ ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും അവർക്ക് ഒരിക്കലും തന്നെ അസംതൃപ്തി ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം എന്താണ്? ഇത് കൃഷ്ണന്റെ ഇംഗിതം എന്നുള്ളത് നമ്മൾ ധരിക്കണം. അഥവാ ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് എന്തെങ്കിലും അതൃപ്തി തോന്നിക്കഴിഞ്ഞാലും നമുക്ക് വിധിച്ചിട്ടുള്ള ഇതാണ്, കൃഷ്ണൻ ഇതാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത്. അപ്പോ ആ ഒരു ചിന്ത നമ്മളെപ്പോഴും വളർത്തിയെടുക്കണം. അത് നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മളെപ്പോഴും ഭഗവാനെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള അസംതൃപ്തി അല്ലെങ്കിൽ സുഖം ദുഃഖം ഇതൊന്നും ഉണ്ടാകില്ല. നമ്മൾ നേരത്തെ വായിച്ചിരുന്നു, യോഗിനാമപി സർവേഷാം മത്കഥേ അന്തരാത്മനഃ. എന്നെ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാണ് യോഗികളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ യോഗി എന്ന് ഭഗവാൻ പറയുണ്ടായിരുന്നു. അപ്പോ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? നമ്മളെപ്പോഴും ഭഗവാനെ സ്മരിക്കുക, നമ്മളെ ഭഗവാനെ വിസ്മരിക്കാതിരിക്കുക. വിഷ്ണു പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്മർത്തവ്യ സതതം വിഷ്ണു ന വിസ്മർത്തവ്യ യാദുചിത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഭഗവാനെ എപ്പോഴും സ്മരിക്കുക, അതുപോലെ തന്നെ ഭഗവാനെ വിസ്മരിക്കാതിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്ര കഠിനമായിട്ടുള്ള പരിസ്ഥിതിയിലും നമുക്ക് നമ്മളുടെ ഭക്തിയുത സേവനത്തിന് ഒരു തടസ്സം നേരിടുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ദൃഢനിശ്ചയം. ദൃഢനിശ്ചയം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ. അതായത് ഭഗവാന്റെ വാക്കുകൾ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുവിന്റെ വാക്കുകൾ, അതില് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ഭഗവാൻ എന്താ ഭഗവത്ഗീതയുടെ അവസാനം പറഞ്ഞിരിക്കുന്നത്? സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ. നിങ്ങൾ എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ മാത്രം ശരണം പ്രാപിച്ചോളൂ എന്നാണ് പറയുന്നത്. അപ്പോ അതിൽ നമുക്ക് ഒരിക്കലും ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഭഗവാൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാണോ, അങ്ങനെയുള്ള ഒരു സംശയം നമുക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെ ആ ഒരു ദൃഢനിശ്ചയത്തോട്ട് നമ്മള് ഭഗവാന് കീഴടങ്ങണം. കാരണം എന്താണ്? നമ്മുടെ ഭഗവാന് സേവനം അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സമയാസമയങ്ങളിൽ വളരെ കൃത്യമായിട്ട് നടന്നു പോകും. ചൈതന്യ ചരിതാമത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണഭക്തി കയ്യിലെ സർവകർമ്മ കൃതഹയ എന്ന് പറയുന്നുണ്ട്. അതായത് കൃഷ്ണന് നമ്മള് ഭക്തിയുത സേവനം അനുഷ്ഠിക്കുമ്പോൾ ബാക്കി എല്ലാ കർമ്മങ്ങളും അത് ചെയ്തതുപോലെ തന്നെയാണ്. അതിനുവേണ്ടി നമ്മൾ അധികം പ്രയത്നിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് പറയുന്നത്. ഈയിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു കഥ വായിച്ചിരുന്നു. അതായത് രാജസ്ഥാന്റെ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ കൃഷ്ണഭക്തനായിരുന്നു. അപ്പോ ആളുടെ ദൈനംദിനമായിട്ടുള്ള ഭക്തിയുത സേവനം, അപ്പോ അത് കഴിഞ്ഞിട്ട് ആണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി സമയം നിശ്ചയിച്ചിരുന്നത്. വളരെ കൃത്യനിഷ്ഠയോട്ട് അദ്ദേഹത്തിന്റെ ആ ഡ്യൂട്ടികളും ചെയ്യും, അതുപോലെ ഭക്തിയുത സേവനവും അനുഷ്ഠിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്റർ മാറി വേറൊരു സ്റ്റേഷൻ മാസ്റ്റർ വന്നു. അയാൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഭക്തനോട് അങ്ങനെ പ്രത്യേകിച്ച്
ഒരു മമതയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു, ഇയാളുടെ ആ ഡ്യൂട്ടി സമയം അങ്ങ് മാറ്റിക്കളഞ്ഞു, രാവിലത്തെ സമയമാക്കി. അപ്പൊ ഇയാളുടെ ഈ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നതിൽ പ്രയാസം നേരിട്ടു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ ഇങ്ങനെയാ ചെയ്തിരുന്നത്, അതൊന്നും നടക്കില്ല, ജോലി എന്ന് പറഞ്ഞാൽ ജോലിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സ്റ്റേഷൻ മാസ്റ്റർ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ നിർണ്ണയം ചെയ്യാം, അല്ലെങ്കിൽ വിട്ടുപോകാം. അപ്പൊ ഈ ഭക്തൻ എന്ത് ചെയ്തു, പതിവ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ഭക്തിയുത സേവനം കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പണ്ടത്തെ പോലെ തന്നെ ജോലിക്ക് വന്നു. അപ്പൊ ആ സമയത്ത് എന്ത് പറ്റി, അവിടെ അവിടെ അവര് ഓഫീസിലുള്ളവർ പറഞ്ഞു, ആരോ നിങ്ങൾ ഇതിനു മുമ്പ് വന്ന് സൈൻ ചെയ്തിട്ട് ജോലിയൊക്കെ ചെയ്ത് പോയതാണല്ലോ, പിന്നെ എന്താ ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നു ചോദിച്ചു. അപ്പൊ നോക്കിയപ്പോ ശരിയാണ്, രജിസ്റ്ററിൽ ഇദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ എല്ലാം ഉണ്ട്. അപ്പൊ ചോദിച്ചപ്പോൾ നിങ്ങൾ തന്നെയാണോ വന്നത്, ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചത്, കൃഷ്ണൻ തന്നെ ഇദ്ദേഹത്തിന്റെ രൂപത്തിൽ പോയിട്ട് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടികളെല്ലാം ചെയ്തു. അപ്പൊ അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മള് ആ ഒരു വിശ്വാസത്തോട്ട് നമ്മുടെ ഭഗവാനോട് പൂർണ്ണമായിട്ടുള്ള ഭക്തിയുത സേവനത്തില്, കറകളഞ്ഞ ഭക്തിയുത സേവനത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ തന്നെ നമ്മളെ സഹായിക്കാനായിട്ട് വരും. നമുക്കറിയാം, ഗുരുവായൂരത്ത് ഒരുപാട് കഥകൾ. ഒരു കുട്ടിയെ അവിടുത്തെ പൂജാരി പിടിച്ചടിച്ചപ്പോഴും ഭഗവാൻ തന്നെ കൂടെ ഓടി, അല്ലെ? കാരണം ഞാനാണ് ചെയ്തത്, അപ്പോ ഞാനും കൂടെ ശിക്ഷ അനുഭവിക്കാൻ യോഗ്യനാണെന്ന് പറഞ്ഞ് ഭഗവാനും അവരുടെ കൂടെ ചുറ്റമ്പലത്തിന് പരിശ്രമിക്കേണ്ടായി. അപ്പോ ഇങ്ങനെ ഒരുപാട് കഥകൾ നമുക്കറിയാം. ഭഗവാൻ എത്രത്തോളം കാരുണ്യവാനാണ് എന്നുള്ളത്. സാക്ഷി ഗോപാൽ സ്വയം ഒരു ബ്രാഹ്മണന് വേണ്ടി സാക്ഷി പറയാനായിട്ട് വന്നിരിക്കണം. അതും ഇത്ര ദൂരം, വൃന്ദാവനത്തിൽ നിന്ന് ഒറീസ വരെ ഭഗവാൻ ഈ ഭക്തന്റെ കൂടെ നടന്നു വന്നു സാക്ഷി പറയാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോ, അത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഭഗവാൻ സാക്ഷിയാണ്, ഭഗവാന്റെ മുമ്പിൽ വെച്ച് അങ്ങ് പറഞ്ഞു, അങ്ങയുടെ മകളെ എനിക്ക് തരാം എന്ന് പറഞ്ഞത്. ഞാൻ പോയിട്ട് ഭഗവാനെ ഞാൻ പോയിട്ട് ഭഗവാനെ വിളിച്ചുകൊണ്ടുവരാന്ന് പറഞ്ഞു. തിരിച്ച് ഇദ്ദേഹം വീണ്ടും ഒറീസയിൽ നിന്ന് വൃന്ദാവനം വരെ പോയിട്ട് ഭഗവാനെ വിളിച്ചിട്ട്, ഭഗവാൻ അങ്ങ് വരാണ്ട് പറ്റില്ല, കാരണം ഇത് അങ്ങയുടെ മുമ്പിൽ വെച്ചിട്ടാണ് സാക്ഷി പറഞ്ഞത്. ഇപ്പൊ പറയുന്നു, മകളെ എനിക്ക് തരാൻ പറ്റില്ല. അപ്പൊ ഞാൻ കൂടെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ കൂടെ പോയി സാക്ഷി പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട്. അപ്പോ ഏതൊക്കെ രീതിയിൽ ബലി മഹാരാജാവിന്റെ കൊട്ടാരം കാവൽക്കാരനായിട്ട് സുതളഗ്രഹത്തിൽ ഭഗവാൻ വസിക്കുന്നു. അപ്പോ ഭക്തർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ എന്തും തന്നെ ചെയ്യാൻ തയ്യാറാകും. അപ്പോ ആ ഒരു വിശ്വാസം നമുക്കുണ്ട്, ആ ഒരു ദൃഢനിശ്ചയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നേറാനായിട്ട് സാധിക്കും. പിന്നെ അവസാനം പറയുന്നതാണ് മയ്യർപ്പിത മനോബുദ്ധി. ആ മനസ്സും ബുദ്ധിയും എപ്പോഴും ആ ഭഗവാന്റെ രൂപത്തിൽ കേന്ദ്രീകരിക്കുക, അതാണ് ധ്യാനം. അല്ലാതെ ഇപ്പോ ഇന്നത്തെ കാലത്തെ ഈ യോഗ ക്ലാസ്സുകളൊക്കെ പറയുന്നത് നിങ്ങൾ ചുമരിലൊരു കുത്തിട്ടിട്ടായിരിക്കും നോക്കിയിരിക്കൂ, അതല്ല ധ്യാനം. നമ്മളുടെ മനസ്സിനെയും ബുദ്ധിയും നമ്മളെപ്പോഴും ഭഗവാനിൽ അർപ്പിക്കുക, അതിനെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ഷേത്രങ്ങളിലൊക്കെ വിഗ്രഹ സേവ ചെയ്യുന്നവര്, അവർക്ക് വേറെ ഒന്നിനും കുറിച്ച് ചിന്തിക്കാൻ തന്നെ സമയമില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മംഗളാരതിക്ക് മുമ്പുള്ള ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മംഗളാരതി കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെയും മറ്റു സഖിമാരൊക്കെ ഡ്രസ്സ് മാറ്റണം. അപ്പോ ആ ഡ്രസ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ചിന്തിക്കണം. ഒരു മാലകൾ എങ്ങനെയായിരിക്കണം ചിന്തിക്കണം, അതിന് മാച്ചിങ് ആയിട്ടുള്ള മാലകൾ വേണം. അതെല്ലാം അവർക്ക് സദാസമയം ഇതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കാനായിട്ട് സമയമുള്ളൂ. അപ്പൊ അവർക്ക് ഭൗതികമായിട്ടുള്ള ഒരു ചിന്തകളും അവരുടെ മനസ്സിലേക്ക് വരില്ല. കാരണം എന്താണ്, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പൂജാരിമാർക്ക് ചെയ്തു തീർക്കാനുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ 7 മണിക്ക് ദർശനാലയ്ക്ക് നട തുറക്കുമ്പോൾ നമ്മൾ ആ അതിസുന്ദരമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് ഭഗവാനെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതിന്റെ പിന്നിൽ പൂജാരിമാര് എടുക്കുന്ന ആ എഫർട്ട് എത്രയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അത്ര അധികം രാവിലെ 2 മണി തൊട്ട് അവർ പ്രയത്നിച്ചിട്ടാണ് നമുക്ക് ഈ 7 മണിക്ക് അവർക്ക് ദർശനം സാധ്യമാക്കി തരുന്നത്. ഇനിയിപ്പോ ദർശനം കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാലും പിന്നെയുണ്ട് കാര്യങ്ങള്, ഭോഗനിവേദ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. ഉച്ചക്കലത്തെ ഭോഗനിവേദ്യം കഴിഞ്ഞിട്ടുള്ള ആരതി, പിന്നെ ഉച്ചക്കലത്തെ ഭോഗനിവേദ്യം, പിന്നെ ആരതി, വീണ്ടും സന്ധ്യാരതി. ഇതിനിടയ്ക്ക് വളരെ തുച്ഛമായിട്ടുള്ള സമയമാണ് അവർക്ക് കിട്ടുന്നത് റെസ്റ്റ് എടുക്കാൻ പോലും. അപ്പോ എങ്ങനെയാണ് അവർക്ക് മറ്റുള്ള ഭൗതികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകാനായിട്ട് സാധിക്കുക? അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിനാണ് ഈ മയ്യർപ്പിത മനോബുദ്ധി എന്നത്, മനസ്സും ബുദ്ധിയും എന്നിൽ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാരാണ്
യോമത് ഭക്തസമേ പ്രിയ എന്ന് ഭഗവാൻ പറയുന്നത്. അവരാണ് എനിക്ക് പ്രിയപ്പെട്ടവര്. അപ്പൊ നമുക്കിതുപോലെയൊക്കെ ആകാൻ സാധിക്കുമോ? പ്രയത്നിച്ചാൽ നമുക്കും ആകാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ അതിനുള്ള ആ ഒരു ദൃഢനിശ്ചയം നമുക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത്. 13, 14 ശ്ലോകങ്ങളില് ഭഗവാൻ പറയുന്നത്. വീണ്ടും അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യ സ ച മേ പ്രിയഃ. യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യ സ ച മേ പ്രിയഃ. യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യസ ച മേ പ്രിയഃ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ചയഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യസ ച മേ പ്രിയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യസ്മാന്നോദിജതേ ലോകോ ലോകാന്നോദിജതേ ജയഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യസ ച മേ പ്രിയഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാ വിവർത്തനം ഭാവാർത്ഥം. യസ്മാത് ആരാലാണോ ലോകഃ ജനങ്ങൾ ന ഉദ്യുജതേ അസ്വസ്ഥരാകാത്തത് ലോകാത് ജനങ്ങളെ കൊണ്ട് യഹ ആരാണോ ന ഉദ്യുജ്യതേ അസ്വസ്ഥരായി തീരാത്തത് യഹ ആരാണോ ഹർഷ അമർഷ ഭയോ ഉദ്വേഗൈഹേ സന്തോഷം കോപം ഭയം സംഭ്രമം ഇവയിൽ മുക്തഹാച്ച സമചിത്തരായിരിക്കുന്നത് സഹ അങ്ങനെയുള്ള എന്റെ ഭക്തൻ മേ പ്രിയഃ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. ആരാലാണോ ജനങ്ങൾ അസ്വസ്ഥരാകാത്തത്, ജനങ്ങളെ കൊണ്ട് ആരാണോ അസ്വസ്ഥരായി തീരാത്തത്, ആരാണോ സന്തോഷം കോപം ഭയം സംഭ്രമം ഇവയിൽ സമചിത്തനായിരിക്കുന്നത്, അങ്ങനെയുള്ള എന്റെ ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. അപ്പോ വീണ്ടും ഒരു ഭക്തന് ഉണ്ടാകേണ്ട അധികമായിട്ടുള്ള ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഒരു ഭക്തൻ ഒരിക്കലും മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകാനായിട്ട് പാടില്ല. അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല. പ്രവൃത്തി കൊണ്ട് മാത്രമല്ല, സംസാരം കൊണ്ട് പോലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പോ ഒരു ഭക്തൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പലരെയും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവര് പലപ്പോഴും ബ്രാഹ്മണരാണ്, അവർ ഇങ്ങനെ വായ പൊത്തിപ്പിടിച്ചിട്ട് സംസാരിക്കും. ഇത്രയും ക്വാളിഫൈഡ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ വായ പൊത്തിപ്പിടിച്ച് സംസാരിക്കുന്നത് എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോ ഒരിക്കലും ഞാൻ ആ സംശയം പ്രകടിപ്പിച്ചാൽ പറയും, നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വായിൽ ചിലപ്പോൾ തുപ്പലങ്ങാൻ തെറിച്ചിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുടെ മുഖത്തെങ്ങാൻ വീണാലോ, അപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ടാകില്ലേ? അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വായ പൊത്തിപ്പിടിക്കുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും ഇത്രയും അധികമായിട്ടുള്ള ഭവ്യതയ്ക്ക് എന്തിനാണെന്ന് തോന്നും. പക്ഷെ ഒരു പറയുന്നത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രത്തോളം ഒരു ഭക്തൻ ആ എളിമ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുക, സംസാരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ സ്വയം ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഒരു ഭക്തൻ എപ്പോഴും സംസാരിക്കുന്നതും പെരുമാറുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭക്തനിൽ നിന്ന് ആർക്കും തന്നെ ഒരു ആശങ്കയ്ക്കോ അല്ലെങ്കിൽ ഭയത്തിന് അല്ലെങ്കിൽ അസന്തുഷ്ടിക്കോ ഇടയുണ്ടാകില്ല. അതേസമയം മറ്റുള്ളവര് ഇപ്പൊ തന്നോട് തന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയാണ് എന്നുണ്ടെങ്കിൽ കൂടി ഈ ഭക്തൻ അതത്ര ഗൗനിക്കുകയും ചെയ്യില്ല. അത് സാരമില്ല. ഇപ്പോ നമുക്കറിയാം ശമീക ഋഷിയിലെ പരീക്ഷിത് മഹാരാജാവ് ചത്ത പാമ്പിനെ കഴുത്തിലെടുത്തിട്ടു. പക്ഷെ ശമീക ഋഷി അതത്ര ഗൗനിച്ചില്ല. മകന്റെ കരച്ചിലായിട്ട് കണ്ണു തുറന്നപ്പോൾ ചത്ത പാമ്പിനെ കഴുത്തിൽ കൊണ്ടു. അദ്ദേഹം കോപിച്ചില്ല, ആരാണ് എന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കൊണ്ടിട്ടൊന്നും അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹം സാരില്ല എന്ന് പറഞ്ഞ പാമ്പിനെ എടുത്തു കളഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കാൻ തുടങ്ങി. അപ്പോ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക, സംസാരിക്കാതിരിക്കുക.
അപ്പോൾ അങ്ങനെ വേണം ഒരു ഭക്തൻ പെരുമാറേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എപ്പോഴും കൃഷ്ണാബോധത്തിൽ മുഴുകി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബാഹ്യങ്ങളായിട്ടുള്ള യാതൊരു തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളും അങ്ങനെ അതിലൊന്നും തന്നെ ശോഭിക്കാനായിട്ടുള്ള ആ ഒരു ചിന്താഗതി ഭക്തൻ ഉണ്ടാകില്ല. അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആണ് ആ ഭക്തന് ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഗുരുക്കന്മാരിൽ നിന്ന് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെയൊക്കെ മാതാപിതാക്കളാണ് നമ്മുടെ പൂർവികര്. അവരെല്ലാം തന്നെ ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. കാരണം ഇന്നത്തെ കാലത്ത് രാവിലെ കഴിഞ്ഞ് ടി വി വെച്ചുകൊണ്ടിരിക്കുന്ന കാരണം തന്നെ ഈ തരത്തിലുള്ള യാതൊരു വിദ്യാഭ്യാസമൊന്നും ഒരു വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ മക്കളെ കുറ്റം പറയാനും തുടങ്ങും. അവർ തലതിരിഞ്ഞു പോയി. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുസ്തകം എടുത്ത് സ്കൂളിൽ പോയി പഠിക്കുന്നത് മാത്രമല്ല, നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ശിക്ഷണം എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് എന്ന് പറയുന്നത് അത് വളരെ തുച്ഛമായിട്ടുള്ള അറിവാണ്. അതിലും എത്രയോ പ്രധാനമാണ് ഒരു നല്ല ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക. പ്രഭുവായൂർ പറയുന്നുണ്ട് തുടക്കത്തിന്റെ ഭക്തരോട്, ഫസ്റ്റ് യു ബിക്കം എ ഹ്യൂമൻ ബീങ്. ആദ്യം, കാരണം ഈ ചരസും കഞ്ചാവൊക്കെ അടിച്ചു നടക്കുന്നവരാണ്. അപ്പൊ അവരോട് പ്രഭു അതുപോലെ വസ്ത്രമില്ലാതെ നടക്കുക, അവർക്കൊരു നാണമില്ല വസ്ത്രമില്ലാതെ നടക്കാനായിട്ട്. പ്രഭുവായൂർ ആദ്യം അവരോട്, നിങ്ങൾ ആദ്യം മനുഷ്യരാകാം പിന്നെ ഭക്തരാകാം എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെയാണ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങള് താല്പര്യമുള്ള വ്യക്തികൾ, അവര് ഇന്ദ്രിയത്തിനും ശരീരത്തിനും സുഖപ്രദമായിട്ടുള്ള അനുഭവങ്ങളിൽ സന്തോഷം കണ്ടെത്തും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികള് അവര് അതില് ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. അപ്പൊ അതിൽ അവർക്ക് ആനന്ദം കൈവരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടനെ തന്നെ അവര് അസ്വസ്ഥരായിട്ട് തീരും. അതേസമയം ഭക്തർ അങ്ങനെ അസ്വസ്ഥരാകില്ല. കാരണം അവർക്ക് അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ചിന്തകള് കുറവാണ്, അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടാകാറില്ല. പ്രഹ്ലാദന്റെ ഉദാഹരണം എപ്പോഴും പറയുന്നതാണ്. അദ്ദേഹത്തിന് എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ട് പോലും പ്രഹ്ലാദന് അതൊന്നും ഒരു കാര്യമായിട്ടുള്ള വിഷയമായിരുന്നില്ല. കാരണം സദാസമയവും പ്രഹ്ലാദൻ ഓം നമോ ഭഗവതേ വാസുദേവ, ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും പ്രഹ്ലാദന്റെ ശരീരത്തിനെ ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോ പലരും നമ്മൾ കാണുന്നതാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയത്തിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വിഷണ്ണരായിട്ട് തീരും. അപ്പൊ ഇത്തരത്തിലുള്ള ഈ അസ്വാസ്ഥ്യങ്ങൾക്ക് അതീതരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭക്തൻ, ആ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്നാണ് ഈ ശ്ലോകത്തിലെ ഭഗവാൻ പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാൻ തന്നെ, പണ്ട് ഇവിടെ ഒരു ശാസ്ത്രപ്രഭു ഉണ്ടായ, ഭക്തിതീർത്ഥ മഹാരാജാവിന്റെ ശിഷ്യനാണ് ശാസ്ത്രപ്രഭു. അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ ചെന്നൈയിലെ ഈ സങ്കീർത്തനം നടത്തുന്ന സമയത്ത് വിദേശിയാണ്. അപ്പോ പോലീസുകാര് ഇടപെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ വിസ പരിശോധിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ വിസ എക്സ്പയർ ആയിട്ടിരിക്കണം. ഇദ്ദേഹത്തിന് വിസയില്ല. ഇപ്പൊ പോലീസുകാർ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിനെ പിടിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ജയിലിലിട്ടു, ചെന്നൈയിൽ വെച്ചിട്ട്. ഇദ്ദേഹത്തിനെ വെച്ച് തമിഴൊന്നും അറിയില്ല, ആകെ അറിയുന്ന ഭാഷ ഇംഗ്ലീഷ് മാത്രമാണ്. ഇപ്പൊ ജയിലിലേക്ക് പോകുന്നത് ഇദ്ദേഹത്തിന്റെ കഴുത്തിലാഞ്ച എപ്പോഴും ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ജയിലിൽ പോയെന്നോളാം, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഞാൻ കൂടെ കൊണ്ടുപോകുക, കാരണം ഞാൻ ഇത് എവിടെയും താഴെ വെക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ശരി കൊണ്ടുപോയിക്കോളെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, ജയിലിൽ പോയിരുന്നിട്ട് ഇതും വെച്ചുകൊണ്ട് അവിടെ ഇരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്യും. ഇപ്പൊ കൂടെ ജയിലിലുണ്ടായിരുന്ന മറ്റുള്ള അന്തേവാസികളും ഈ കീർത്തനം ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോ സമയാസമയങ്ങളിൽ മറ്റുള്ള അന്തേവാസികൾക്ക് ഈ ജയിലധികൃത ഭക്ഷണം കൊണ്ടുകൊടുക്കും. അപ്പൊ ഇദ്ദേഹത്തിനും കൊണ്ടുകൊടുക്കും. അദ്ദേഹം എനിക്ക് വേണ്ട, കാരണം ഞാൻ പ്രസാദം അല്ലാതെ വേറൊന്നും തന്നെ കഴിക്കില്ല. ഇദ്ദേഹം ഒന്നും കഴിച്ചില്ല, അദ്ദേഹം പട്ടിണി കിടന്നു ജയിലിനകത്ത്. അവിടെ നിന്ന് കീർത്തനം ചെയ്തുകൊണ്ടിരുന്നു. 2 ദിവസം അവിടെ പിടിച്ചിട്ട് 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന് തുറന്നു വിട്ടു, പൊക്കോളാൻ പറഞ്ഞു. അപ്പോ അങ്ങനെയായിരിക്കണം ഒരു ഭക്തന് ഏത് കഠിനമായിട്ടുള്ള സാഹചര്യത്തിലും എപ്പോഴും ആ സന്തുലിതാവസ്ഥ പാലിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ പൊതുവെ തുടക്കക്കാരായിട്ടുള്ള ഭക്തർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക്
എന്തെങ്കിലും ഒരു വിഷമഘട്ടം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഉടനെ തന്നെ അവര് ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമായിട്ട് അതിനെ ബന്ധപ്പെടുത്തും. അപ്പൊ ഇങ്ങനെ സംഭവിച്ചത്, ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് വിഷമമായിട്ടുള്ള ഈ ഒരു ഘട്ടം ഉണ്ടായത് എന്നൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അങ്ങനെയല്ല, ഈ വിഷമഘട്ടം എന്ന് പറയുന്നതാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നതിന് ദുഃഖാലയം അശാശ്വതമാണ്. അവിടെ എപ്പോഴും ദുഃഖം അങ്ങനെ നമ്മളെ പിടികൂടാം എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സുഖങ്ങളാണ് നമ്മൾ സന്തോഷം എന്ന് പറയുന്നത്. നമുക്കങ്ങനെ ദുഃഖം വരുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഭഗവാൻ തന്നെ പേര് കൊടുത്തിരിക്കുന്നതാണ് ദുഃഖാലയം എന്നുള്ളത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ദുഃഖാലയം അശാശ്വതം എന്ന് പറയുന്നുണ്ട്. അപ്പോ അതിനിടയ്ക്ക് കിട്ടുന്ന സന്തോഷം, അതിനെ നമ്മൾ ഭഗവാന്റെ കരുണയായിട്ട് നമ്മൾ കണക്കാക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും ദുഃഖത്തിൽ നമ്മളെ വിഷമിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ ശ്ലോകം എടുത്തു തീർക്കാം എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ സമയം കഴിഞ്ഞു. ആർക്കെങ്കിലും ഈ ശ്ലോകം നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. കൂടുതൽ പോയിന്റ്സ് ഉള്ളത് കൊണ്ട് അത് കൂടുതൽ വിശദീകരിക്കേണ്ടി വന്നു. അപ്പോൾ കൂടുതൽ സമയമെടുത്തു. അപ്പൊ ഈ ശ്ലോകം നമുക്ക് അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്തിട്ട് അവസാനിപ്പിക്കാം. പിന്നെ അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോകാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ പറയാം, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പ്രകടിപ്പിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി 3 മിനിറ്റ് ഉണ്ട്, ചോദിച്ചാട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. അവിടെ വൃന്ദാവനത്തിലെ മായാപൂരിലെ ദാമോദര മാസ ചടങ്ങുകൾ എങ്ങനെ നടക്കുന്നു പ്രഭു? ഒരുപാട് തിരക്കായോ? ഒരുപാട് തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല പ്രഭു. രാവിലെ മംഗളാരതി ദർശനത്തിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഇവിടെ വന്ന് കിടക്കുന്ന ഭക്തരുണ്ട്. ഭക്തർ മാത്രമല്ല, ഭക്തരല്ലാത്തവരുമുണ്ട്. ഈ വില്ലേജുകളിൽ നിന്നൊക്കെ വരുന്നവർക്ക് അവർക്കൊന്നും ഒരു റൂം പോലും ആവശ്യമില്ല. അവര് എവിടെയാ തിണ്ണയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ബിൽഡിങ്ങിന്റെ കടിയിൽ സ്ഥലം കിട്ടുക വെച്ചാൽ അവർ അവിടെ ഒരു വിരിയും വിരിച്ച് അവർ കിടന്നോളും. രാവിലെ ഗംഗയിൽ കുളിക്കും, ദർശനത്തിന് വരും. ഇതാണ് അവരുടെ കഥ. അപ്പൊ രാവിലെ മംഗളാരതിക്ക് തന്നെ 4:00 നട തുറക്കുന്ന സമയത്തിന് ക്ഷേത്രത്തിനകത്ത് നമുക്ക് കയറാനായിട്ട് സാധിക്കില്ല. പിന്നെ ദർശനാദിയും അതുപോലെ തന്നെ. പിന്നെ സന്ധ്യാരതിക്ക് പിന്നെ പറയുകയും വേണ്ട, കാരണം എല്ലാവർക്കും ദീപം കാണിക്കാലോ. അപ്പോ ക്യൂ നിന്ന് ആൾക്കാര് ദീപം കാണിക്കാനായിട്ട് വരും. അഭൂതപൂർവമായിട്ടുള്ള തിരക്കാണ്. എല്ലാ ദിവസവും 60,000 70,000 പേരൊക്കെയാണ് ദർശനത്തിന് വരുന്നത്. ഇവിടെ വളരെ വിശേഷപ്പെട്ട ഒരു മാസമാണ് ഈ ദാമോദര മാസം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ.